നവകേരള സദസ്സിന് ഇന്ന് സമാപനം. ഉച്ചകഴിഞ്ഞ് 2-ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലും വൈകിട്ട് 4-ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും. ഇന്നലെ തൃക്കാക്കരയിലെയും പിറവം മണ്ഡലത്തിലെയും നവകേരള സദസ്സ് പൂർത്തിയായിരുന്നു. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്നാണ് 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് മാറ്റിവെച്ചിരുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനി, ഇന്നത്തോടുകൂടി നവകേരള സദസ്സിന് സമാപനമാവുകയാണ്. വലിയ പ്രതീക്ഷകളായിട്ടാണ് സാധാരണക്കാർ ഈ നവകേരള സദസ്സിനെ സമീപിച്ചത്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നത് കാത്തിരുന്നു കാണേണ്ടത്. അത് സംബന്ധിച്ച വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. അങ്ങ് കണ്ണൂരിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും എന്തൊക്കെയായാലും സാധാരണക്കാരനെ സംബന്ധിച്ച് നവകേരള സദസ്സ് വലിയ പ്രതീക്ഷ തന്നെയാണ്. കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് നവകേരള സദസ്സ്. പ്രത്യേകിച്ചും എറണാകുളത്ത് പൂർണ്ണമാവുകയാണ് അതോടുകൂടി. അവിടുത്തെയൊക്കെ ഇന്നത്തെ ഒരു കാര്യപരിപാടികൾ എങ്ങനെയാണ്? ഭവ്യ, ഇന്നലെയും ഇന്നുമായി 2 ദിവസമായിട്ടാണ് 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് നടക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഇത് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നത്. ഇന്നലെ തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പിറവം മണ്ഡലത്തിലുമായിരുന്നു നവകേരള സദസ്സ് നടന്നത്. വലിയ ജനപങ്കാളിത്തം ഈ 2 ഇടങ്ങളിലും ഉണ്ടായിരുന്നു. തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പിറവത്തുമുണ്ടായിരുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ തന്നെ കൂടുതൽ പ്രവർത്തകരും ആളുകളും എല്ലാം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കേൾക്കാൻ തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ കണക്കൂട്ടൽ തെറ്റില്ല. കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. പരാതികളും വലിയ രീതിയിൽ തന്നെ 2 ഇടങ്ങളിലും സ്വീകരിക്കപ്പെട്ടു. ഇന്ന് നടക്കുന്നത് തൃപ്പൂണിത്തുറയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലുമാണ്. 3 മണിക്കാണ് തൃപ്പൂണിത്തുറയിലെ നവകേരള സദസ്സ് നടക്കുക. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് കുന്നത്തുനാട് കോലഞ്ചേരിയിൽ വെച്ചാണ് സദസ്സ് നടക്കുന്നത്. ഈ 2 നവകേരള സദസ്സ് കൂടി നടക്കുന്നതോടെ പൂർണ്ണമായും 140 മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് ഈ യാത്ര മന്ത്രിമാരുടെ അടക്കമുള്ള യാത്രകളടക്കം പൂർണ്ണമാകുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പൊതുപരിപാടികൾ കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്നും മറ്റു പൊതുപരിപാടികളും തന്നെ ഉണ്ട്. 2 ദിവസം മണ്ഡലത്തിലുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുപരിപാടികളടക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെയോടുകൂടി നവകേരള സദസ്സ് പൂർണ്ണമാകും. മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനങ്ങൾ, രാവിലെ ഉണ്ടാകുന്ന വാർത്താ സമ്മേളനങ്ങൾ, അത് അങ്ങനെയൊരു ക്രമീകരണത്തിലേക്കില്ല. നവകേരള സദസ്സിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് മാത്രമാണ് ഉണ്ടാകുന്നത്. ചില രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചു പോകുന്നുണ്ട്. ഇന്നലെ അടക്കം അങ്ങനെ ചില പരാമർശങ്ങൾ മാത്രമുണ്ടായിരുന്നു. എങ്കിലും പൊതുവിലും ഇത്തരം കാര്യങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇന്ന് തൃപ്പൂണിത്തുറയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലെയും കൂടി നവകേരള സദസ്സ് പൂർത്തിയാകുന്നതോടെ 140 മണ്ഡലങ്ങളിലെയും ഈ യാത്ര പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കൃത്യമായൊരു വിവരണങ്ങൾ, പരാതികൾ സംബന്ധിച്ച് ഒരു ഏകീകരണവും മറ്റു കാര്യങ്ങളും വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ ലഭിച്ച പരാതികൾ, അതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്കുകൾ, കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പിന്നീട് ഇതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡാനി, ഒരൊറ്റ കാര്യം കൂടി, അതായത് ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന് ഇന്നും കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നവകേരള സദസ്സിന് വലിയ സുരക്ഷയായിരിക്കും ഇന്നും ഒരുക്കുക, അല്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ നവകേരള സദസ്സ് നടന്ന തൃക്കാക്കര നവകേരള സദസ്സ് നടന്നത് കാക്കനാട് പരേഡ് ഗ്രൗണ്ടിലായിരുന്നു. പരേഡ് ഗ്രൗണ്ടിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭീഷണിക്കത്ത് ലഭിച്ചിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു. വേദിയിൽ കുഴിബോംബ് അടക്കം സ്ഥാപിച്ച് വേദി തകർക്കുമെന്നൊക്കെയായിരുന്നു. അതൊരു വലിയ ഗുരുതര സ്വഭാവത്തിലുള്ളൊരു കാര്യമല്ല എന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. അവിടെ പരിശോധന നടന്നു. ബോംബ് ഡിറ്റക്ടിംഗ് സ്ക്വാഡെല്ലാം തന്നെ നേരത്തെ അവിടെ പരിശോധന നടത്തി ഉറപ്പിച്ചിരുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് തുടരുന്നത്. നവകേരള യാത്രയുടെ ഒരു ആദ്യഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്നിടത്ത് എറണാകുളം ജില്ലയിലേക്ക് കടന്നപ്പോഴാണ് അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രൂപം മാറുന്നത്, അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നത്. പലയിടങ്ങളിലും തന്നെയും കരിങ്കൊടി വീശുന്ന ഒരു കാര്യങ്ങൾ നടന്നു. അവരെ ഈ നേരത്തെ ഭവ്യ വിശേഷിപ്പിച്ചതുപോലെ ഈ രക്ഷാപ്രവർത്തനങ്ങളും അവർക്കെതിരെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പലയിടത്തും തന്നെയും ഈ അതിക്രമങ്ങൾ നടന്നു എന്നാണ്. അങ്കമാലിയിലും അതോടൊപ്പം തന്നെ ആലുവയിലും ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ സുരക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ പെരുമ്പാവൂരിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂസ് എറിയുന്നത്, അതും വലിയ വിവാദത്തിലേക്ക് മാറുന്നു.
ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് തന്നെ ഈ 2 ദിവസത്തെ നവകേരള സദസ്സ് ഇവിടേക്ക് എത്തുമ്പോൾ 2 ദിവസത്തേക്ക് എത്തുമ്പോൾ തുടക്കത്തിലെ തന്നെ ആ പ്രതിഷേധം കനപ്പിച്ചിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ അതിൻ്റെ ഒരു ഒച്ചകൾ ഇന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ നവകേരള സദസ്സ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വേദി ഇതിനെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ ഈ യാത്ര മധ്യേ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസും അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അത് മറ്റ് CPM പ്രവർത്തകരുമായ ഒരു ഏറ്റുമുട്ടലിലേക്കെല്ലാം അത് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഭവ്യ. ശരി, നന്ദി ഡാനി.